Cigarette smoking is injurious to health. It causes cancer. ഈ സ്കൂളിൻ്റെ ഗന്ധം എനിക്ക് നന്നായിട്ട് അറിയാം. വർഷങ്ങളേറെയായെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇന്നെൻ്റെ മകനെ ഇവിടെ ചേർക്കാം. അവനിതൊരു രസം. പക്ഷെ എനിക്കിവിടെ വേറൊടുന്നത് എൻ്റെ പഴയ ഓർമ്മകളാണ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ നല്ല പിള്ളേഴ്സും കുരുത്തം കെട്ട പിള്ളേരും പഠിക്കുന്ന ഏക സ്കൂൾ. എന്നാൽ നമ്മുടെ കഥ നടക്കുന്നത് ഈ ക്ലാസ്സിലാണ്. നിങ്ങൾ ആ ഒഴിഞ്ഞു കിടക്കുന്ന ലാസ്റ്റ് ബെഞ്ച് കണ്ടോ? ആ ബെഞ്ചിലാണ് നമ്മുടെ നായകന്മാർ. അവർ വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ താരം. ഒരുപാട് ദുഃഖങ്ങളും കുറച്ച് സന്തോഷങ്ങളും അനുഭവിച്ച നമ്മുടെ മുത്ത്. ഇതാണ് അവൻ്റെ ബഡീസ്. എന്നാൽ 101% പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവർ തന്നെ. ഗണിതശാസ്ത്രം എന്നത് സംഖ്യകളുടെ ശാസ്ത്രമാണല്ലോ. നമ്മൾ ഗണിത പഠനം ആരംഭിക്കുന്നത് തന്നെ 1, 2, 3, 4 എന്ന സംഖ്യാക്രമത്തിന്റെ പഠനത്തിലൂടെയാണ്. ഇന്ന് ഇന്നലത്തേക്കാൾ നേരത്തെ ആണല്ലോ. നാളത്തേക്ക് ശരിയാക്കി ടീച്ചർ. ഡയലോഗിൽ കുറവൊന്നും വരുത്തണ്ട. ഇനി ക്ലാസ്സിൽ കയറാൻ ഞാൻ താലപ്പൊലി എടുത്ത് വരണോ? അതെന്താ ടീച്ചർ? അതും കൂടി വിശദീകരിച്ചു തരാടാ. ഇതിന് ഞാൻ തല്ലിക്കൊല്ലും. എന്താ പറഞ്ഞത്? ടീച്ചർ അത്ര തങ്കപ്പെട്ട മനുഷ്യൻ വേറെ ഇല്ലാന്ന് പറഞ്ഞത്. നിരാശ കാപ്പുക. അണ്ണു, ഓള് പോണേ പോട്ടറാ. ചിലതൊക്കെ അങ്ങനെ. നിനക്ക് നമ്മുടെ ക്ലാസ് പുതിയതൊന്ന് ആ കുട്ടീനെ ഒപ്പിച്ചെന്നാലോ? നടക്കൂ, നമുക്ക് നടത്താം. ചങ്ക് ബ്രോ, ചങ്ക്. സത്യം. ചെറുട്ടെ വാടാ. ഷിംന, ഒരു മിനിറ്റ്. എന്താണ്? അണ്ണുന് നിന്നെ ഭയങ്കര ഇഷ്ടം. നിനക്ക് അവനെ നോക്കിക്കൂടെ? സോറി, എനിക്കതിന് കഴിയില്ല. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. അതാരാ? അത് ഞാൻ പറയില്ല. ഞാനിവിടെ വന്നത് മുതൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു. അതവനെ അറിഞ്ഞൂടാ. ഓക്കെ, അതിപ്പോ ആരാവും? ആരെങ്കിലും ആവട്ടെ. അല്ലേ നടക്കുവോ? സംശയാണ്. എനിക്കൊരു പ്രതീക്ഷയില്ല. ഓരേതടാ വരുന്നേ? എന്താടാ? അത് നടക്കൂലടാ. ഓക്ക് വേറെ ആണ്ടാ.
ആ അങ്ങനെ അതും പോയി. അമ്മക്ക് ഒന്ന് പോയ 9 എടാ മുഫി, നിന്നെ എച്ചം വിളിക്കുന്നു. എച്ചമ്മോ? മച്ചാനെ പണി കിട്ടിയോ? അതൊന്നുമില്ലടാ. ഏയ് നമ്മള് മാനായിട്ടല്ലേ ചോദിച്ചത്. പോയി നോക്കാലേ. മേ ഐ ഗെറ്റ് ഇൻ സർ? ആ പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. പെട്ടെന്ന് CH ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഹോസ്പിറ്റലോ? എന്താ സാർ? ഇല്ല, അത് പറഞ്ഞിട്ടില്ല. ശരി. എപ്പോഴാണ് അവന്റെ ഫ്രണ്ടിന് വേണ്ടി പ്രപ്പോസ് ചെയ്തപ്പോഴെങ്കിലും നിനക്ക് അവനോട് പറയാമായിരുന്നില്ലേ? നീ പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. ഞാൻ പറയട്ടെ? ഇവളുടെ മനസ്സിൽ ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അരികിൽ നീ ഇത് പറഞ്ഞതല്ല ഞാൻ കേട്ടു. ശരിയാണോ? ഇത്രയും കാലം ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ, ഇതിനും വലിയ ഉറപ്പെന്തിനാ? ഗോഡ് പ്രോമിസ്. പ്രോമിസ്. നല്ലവണ്ണം ആലോചിച്ചിട്ടാണല്ലോ. ആലോചിക്കാനൊന്നുമില്ല. എന്റെ ലൈഫിൽ നീ അല്ലാതെ മറ്റൊരു പെണ്ണ്. ഇന്നലെ കണ്ടൊരു നേരം, ഇന്നെന്റേതായൊരു നേരം, നെഞ്ചിനുള്ളിൽ 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 ആലയടിച്ചൊരു തീര, മഴ നനഞ്ഞൊരു സുഖം, നെഞ്ചിനുള്ളിൽ നെഞ്ചിനുള്ളിൽ നെഞ്ചിനുള്ളിൽ. ഇത്തിരി പൂക്കൾ ഇന്നെനിക്കിഷ്ടം, ഒത്തിരി പാട്ടും ഇന്നെനിക്കിഷ്ടം. മഴ നനഞ്ഞൊരു രാവിൽ ചുറ്റിയടിക്കാൻ മോഹം, ചിരിയിലമരും നിമിഷം, പല കഥകൾ കേൾക്കും നിമിഷം. എല്ലാം ഒളിപ്പിച്ച് മൂളുന്ന നേരം, ഹൃദയമേ സുഖം, ഹൃദയമേ സുഖം. കാത്തിരുന്നൊരു പ്രണയം, ഞാൻ കണ്ടിരുന്നൊരു പ്രണയം. മിഴികളിലെഴുതിയതെന്തോ എൻ ഹൃദയം തൊട്ടറിഞ്ഞതിപ്പോൾ. മിഴികളിലെഴുതിയതെന്തോ എൻ ഹൃദയം തൊട്ടറിഞ്ഞതിപ്പോൾ. ഞാൻ പറയാൻ കൊതിച്ചതിനെന്തോ നീ അറിയാൻ വൈകിയതില്ലേ? കൊതിച്ച നിന്നെ എടുത്തു ഞാനങ്ങ് കൊണ്ടുപോയിടാം, അങ്ങ് കൊണ്ടുപോയിടാം. ഇന്നലെ കണ്ടൊരു നേരം, ഇന്നെന്റേതായൊരു നേരം, നെഞ്ചിനുള്ളിൽ നെഞ്ചിനുള്ളിൽ നെഞ്ചിനുള്ളിൽ. ഷിംന, ഇതൊന്നും ശ്രദ്ധിക്കേ. ഇത് നിങ്ങളുടെ SLC ബുക്കിലേക്കുള്ള ഡാറ്റയാണ്. ഇതിൽ കറക്ഷൻ ഉണ്ടോ എന്ന് നോക്ക്. ബോയ്സ് ലാബിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും തിരിച്ചു തരണേ. പോയിട്ട് വരാം. എടീ മുഫീന്റെ കിട്ടി.
ചെറിയൊരു പ്രശ്നമുണ്ടടി. അവൻ എന്നേക്കാൾ ഒരു വയസ്സിന് താഴെയാ. നീ അത് പ്രശ്നമാക്കണ്ട, നൈസായിട്ട് തട്ടിക്കളാം. തട്ടല്ലേ? മച്ചാനെ തട്ടാനോ? നീയൊക്കെ കുറെ ഉണ്ടാക്കും, കാണിച്ചു തരാം. മച്ചാ, എന്താടാ? ഇന്ന് ക്ലാസ് കയറാത്തത് ഒരു കാര്യം പിടികിട്ടി. മച്ചാന്റെ മോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടടാ. നിന്നെ ഒഴിവാക്കി വേറൊരുത്തൻ നോക്കാനാ അവളുടെ പ്ലാൻ. മച്ചാനെ, നീ സീരിയസ് ആയിരുന്നു? ഇതുവരെ. ഏതായാലും ഞാൻ അവളൊന്ന് കാണട്ടെ. ഒന്ന് പോയ ഒമ്പല്ലടാ. ശവത്തെ കുത്താതടാ. ഷിംന, ഇന്ന് ഉച്ചക്ക് പുറത്തു പോയാലോ? ഭയങ്കര തലവേദന. നാളായാലോ? നാളെ ഞാൻ ലീവാ. ഓക്കെ. ഇത്രയും കാലം ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ, ഇതിന് വലിയ എളുപ്പം. അടുത്ത ആഴ്ച എക്സാം അല്ലടാ, അതൊക്കെ ഒന്ന് എഴുതിട്ടേര്. എനിക്ക് നിങ്ങളെ ഓർത്താ പേടി. അന്നോടൊക്കെ പറയാൻ വന്ന എന്നെ തല നാളില്ല. ഇന്നെ തള്ളാലടാ. മച്ചാനെ, ഞാനിപ്പോ വരാം, ഒരു ചെറിയ പണിയുണ്ട്. ഷിംന, ഇന്നത്തോടുകൂടി ക്ലാസ് തരും. നീ എന്നെ വിളിക്കില്ലേ? വിളിക്കാം. നിന്റെ വാക്കിന് മാറ്റൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. അവളിപ്പം വിളിച്ചിട്ട് കൊടുക്കാതായടാ. അവളെന്നെ ശരിക്കും ചതിച്ചതാ. ചിരിയുടെ പിന്നിൽ ചതിയുടെ നിഴലായി കുളിരിൻ മടിയിൽ ഒരു തരി കനലായി അമൃതിൽ. ഹലോ. ഹലോ മുഫി, ഇനി എന്നെ വിളിക്കരുത്. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ഐ എം വെരി സോറി. ഓക്കെ, ബൈ. എല്ലാരും മുമ്പിലും ഞാനൊരു മണ്ടനായോ? ഒരിക്കലില്ല. എല്ലാ കാലത്തും എല്ലാവരും കാമുകി ചയച്ചാൽ കരഞ്ഞിരിക്കാനും അവരുടെ കാല് പിടിക്കാനും പോവും. നീ എന്താ ചെയ്തത്? ഓക്കെ ബൈ എന്നല്ലേ പറഞ്ഞത്? നിനക്ക് വിഷമായടാ? ഒരിക്കലുമില്ല. കൊല്ലം ഷാഫിന്റെയും സലീം കോടരത്തിന്റെ ആൽബം പോലെ കഴിഞ്ഞു ഉപ്പടാർന്ന ചെക്കന്മാർ 2015 കഴിഞ്ഞു. അല്ലേലും മച്ചാനോടാ ഓളെ കളി. ആരാ മച്ചാ? എന്റെ വൈഫാ. എടുക്കല്ലേ, നിന്റെ പഴയ മോള് മിത്തർസും. ഹായ്. ആരാ? മനസ്സിലായില്ല. അപ്പൊ ഷിന്നൊന്നും പറഞ്ഞില്ല. 10 പഠിക്കുമ്പോ ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എന്താ ചെയ്യുന്നേ? ബിസിനസ്സാ. ഓ, ബിസിനസ് ആണോ? നിങ്ങളുടെ കുടുംബമൊക്കെ, ഐ മീൻ വൈഫ്? ഇല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിൽ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അവളല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ലെന്ന് ഞാൻ അവൾക്ക് കൊടുത്ത് വാക്കാം. പക്ഷെ അവളെന്നെ ചയച്ചു. എൻ്റെ വാക്കിന് വലിയ മാറ്റം വന്നിട്ടില്ല. അപ്പൊ ഓക്കെ, ശരി, കാണാം. ഓക്കെ, ശരി. അരികിൽ പതിയിട നെഞ്ചാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീണം.
എന്താ നോക്കുന്നേ? വാ. കയറിക്കിടക്കാൻ നല്ലൊരു വീടും എപ്പോൾ വേണമെങ്കിലും കയറി ചെന്ന ഉമ്മ ഉണ്ടാക്കിയ ഫുഡും അടിച്ചു പൊളിക്കാൻ ബാപ്പ സമ്പാദിച്ച ക്യാഷുള്ള എല്ലാ ചെക്കന്മാർക്കും തോന്നുന്നൊരു കാര്യമാണ്. പ്രേമമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദനാന്ന്. മാങ്ങാ തൊലിയാണ്. എന്നെ ചതിച്ചവരോട്, എന്നെ ഒഴിവാക്കിയവരോട്, എന്നെ പറഞ്ഞു പറ്റിച്ചവരോട്, എന്നെ പരിഹസിച്ചവരോട് എനിക്കൊരുപാട് നന്ദിയുണ്ട്. എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചതിന്.